പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ജനുവരി 4, 2024 ഒന്ന് എറണാകുളം വരെ പോവുകയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ എറണാകുളത്ത് തോപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അവിടെ അച്യുതമേനോൻ എൻക്ലേവ് എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്. സാമാന്യം മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള സമ്പന്നർ താമസിക്കുന്ന ഒരു കോളനിയാണ് അച്യുതമേനോൻ എൻക്ലേവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെൻറ്റിനൊരു 25-30 ലക്ഷത്തിനിടയ്ക്ക് വില വരുന്ന സ്ഥലമുള്ള ഒരു കോളനിയാണ് ഈ അച്യുതമേനോൻ എൻക്ലേവ്. സുഹൃത്തുക്കളെ, ആ അച്യുതമേനോൻ എൻക്ലേവിൽ ഒരു അന്ധനായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അന്ധൻ, ഏതാണ്ട് 95% അന്ധനാണ്. അദ്ദേഹം വായിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു കണ്ണാടി, ഭൂതക്കണ്ണാടി എടുത്ത് വെച്ചിട്ട് കണ്ണിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത്. തപ്പിത്തടഞ്ഞാണ് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നത്. ആ അന്ധൻ്റെ പേര് പീറ്റർ കളത്തിപ്പറമ്പിൽ എന്നാണ്. ഭാര്യയുടെ പേര് മേരി ലൈല എന്നാണ്. ഒരു ചെറിയ കൂനാച്ചി പെരയിലാണ്, ഒരു ചെറിയ വീട്ടിലാണ് അവർ ജീവിക്കുന്നത്. ആ പീറ്റർ കളത്തിപ്പറമ്പിലിനെ കാണാനാണ് ഞാൻ ജനുവരി 4 എറണാകുളത്തേക്ക് പോയത്. സുഹൃത്തുക്കളെ, ആ പീറ്റർ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ അന്ധനെയും ഭാര്യയെയും കൊച്ചി MLA ആയിട്ടുള്ള KJ മാക്സി, അദ്ദേഹം കൊച്ചിയിൽ 2ാം പ്രാവശ്യം MLA ആണ്. അയാൾ ഒരു പതിറ്റാണ്ടിലധികം കാലമായി അതിക്രൂരമായി അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ കാട്ടിക്കൊണ്ട് ഈ അന്ധനായിട്ടുള്ള പീറ്റർ കളത്തിപ്പറമ്പിലിനെയും ഭാര്യയെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി ആ പീഡനം തുടങ്ങിയിട്ട്. അവരുടെ കയ്യിലുള്ള 2.5 സെൻറ്റ് സ്ഥലം എങ്ങനെയെങ്കിലും കയ്യിലാക്കുക എന്നുള്ള ഹീനമായ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പീറ്റർ കളത്തിപ്പറമ്പിലിനെയും ഭാര്യയെയും ഈ KJ മാക്സി എന്ന് പറഞ്ഞ ഈ തോപ്പുംപടി MLA അതിഭീകരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പോയത്. ഞാനവിടെ ചെന്നു. പീറ്റർ കളത്തിപ്പറമ്പിലുമായി ഞാൻ ദീർഘമായി സംസാരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ പേര് പീറ്റർ കളത്തിപ്പറമ്പിൽ എന്നാണ്. അദ്ദേഹം ഒരു അന്ധനാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആയിട്ടുള്ള മേരി ലൈല, അവരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവർ ജീവിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ്. വലിയ കടകളിലൊക്കെ പോയി മിക്സറൊക്കെ മേടിച്ച് ചെറിയ പാക്കറ്റിലാക്കി 10, 15, 20 കിലോമീറ്റർ നടന്ന് കടകളിൽ കൊണ്ടുപോയി വിറ്റ് ആണ് അവരുടെ ജീവിതം കഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ താമസിക്കുന്നത് ഇതിനടുത്തുള്ള അച്യുതമേനോൻ എൻക്ലേവ് എന്ന് പറയുന്ന വലിയ ഒരു പണക്കാരുടെ വലിയ കോളനിയിലാണ്. വലിയ പണക്കാരാണ് ഇതിനകത്ത് താമസിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോൾ വേണമെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലത്ത്, അവരതിജീവിക്കുന്ന ചെറിയ വീട്ടിൽ നിന്ന് അവരെപ്പോൾ വേണമെങ്കിലും അവർ തൂത്തെറിയപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇവിടെ ഈ കോളനിയിൽ താമസിക്കുന്ന വലിയ പണക്കാരുമെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ഒരേ അവകാശമുള്ള പൗരന്മാരാണ്. ഈ പാവങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ കുറവുണ്ടായി. പണക്കാരൻ്റെ കയ്യിൽ കുറേ പണം വന്നു. അതെങ്ങനെയാണ് പണം വന്നതെന്നൊന്നും നമുക്കറിയില്ല. അവിടെ ഒരു റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു പഞ്ചനക്ഷത്ര സൗധം ഉണ്ടാക്കിയിട്ടുണ്ട്. റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് എങ്ങനെയാണ് പഞ്ചനക്ഷത്ര സൗധം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭരണഘടനയ്ക്ക് കീഴിൽ ഈ പീറ്ററിനും ആ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർക്കും എല്ലാം തുല്യ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം സേവ് കേരള ഫോറം. അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ടവർ, ഈ പീറ്ററിൻ്റെ ഭാര്യയും ആ വീട്ടിൽ അവിടെ താമസിക്കണമെന്നും അവർക്ക് അർഹിക്കുന്ന എല്ലാ അവകാശങ്ങളും അവിടെ കിട്ടണമെന്നും ഉറപ്പുവരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തകർ. അതുകൊണ്ടാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഈ തോപ്പുംപടിയിൽ ഈ അച്യുതമേനോൻ എൻക്ലേവിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. അതായത് ഇവർക്കുള്ള സ്ഥലത്ത് നിന്ന് ഇവരെ തൂത്തെറിയാൻ
ഇവർക്കുള്ള സ്ഥലത്ത് നിന്ന് ഇവരെ ബൂട്ട് ഔട്ട് ചെയ്യാൻ പുറങ്കാല് കൊണ്ട് ചവിട്ടി തൊഴിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പണികളെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ MLA ആയിട്ടുള്ള KJ മാക്സി എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഇവിടുത്തെ ഒരു വലിയ സർവാധിപതിയാണ്, ഒരു ഏകഛത്രാധിപതിയാണ്. അയാൾക്ക് അയാളുടെ താല്പര്യത്തിന് പുറത്താണ് ഇവരെ ഇവിടുന്ന് പുറത്തേക്ക് എറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവരുടെ സ്ഥലത്തേക്ക്, ഇവർക്ക് കൂടി അർഹതപ്പെട്ട സ്ഥലത്തേക്ക് കയ്യേറി ഇവരുടെ ഒരു ഇളയ സഹോദരൻ ആൻ്റണി കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ആൾ ശ്രമം നടത്തുകയാണ്. അയാൾക്ക് എന്തോ സർക്കാരിൽ ഒരു ചെറിയ ജോലി മേടിച്ച് കൊടുത്തതിൻ്റെ ഭാഗമായി പാരിതോഷികം എന്നുള്ള നിലയിൽ ഈ KJ മാക്സി ഒരു ബിനാമിയെ ഉപയോഗിച്ചുകൊണ്ട് പീറ്റർ കളത്തിപ്പറമ്പിലിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം കയ്യേറി അവിടെ വലിയൊരു പഞ്ചനക്ഷത്ര സൗധം അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ വിഷയം വന്ന് ഈ ചേട്ടനും അനിയനുമൊക്കെ തർക്കം വന്നപ്പോഴത്തേക്കും ഈ പാവപ്പെട്ട ഈ അന്ധനായിട്ടുള്ള പീറ്ററിനെ തൻ്റെ MLA ഓഫീസിൽ വിളിച്ചിട്ട് ഈ KJ മാക്സി എന്ന് പറഞ്ഞവൻ ഈ പീറ്ററിനെ മുട്ടി ചുരുട്ടി ഇടിക്കാൻ ചെന്നു എന്നാണ് പീറ്റർ പറയുന്നത്. ആരാണ് മാക്സി? നിങ്ങൾ ആരാ? നിങ്ങൾ ഇന്ത്യയിൽ ഒരു 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 ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു പൗരനാണ്. ഒരു പക്ഷേ MLA ആയിരിക്കാം, പക്ഷേ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾക്ക് മുട്ടി ചുരുട്ടാണെന്നുള്ള അനുവാദമൊന്നും ഇവിടെ ഒരു ഭരണഘടനയും തന്നിട്ടില്ല. ഒരു സിവിൽ നിയമങ്ങളും ഒരു ക്രിമിനൽ നിയമങ്ങളും ഇവിടെ നിങ്ങൾക്ക് മുട്ടി ചുരുട്ടാനുള്ള അവകാശമൊന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ പീറ്റർ എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വലിച്ചെറിയാനൊന്നും ഒരു അവകാശവും കൂടി ഇല്ല മാക്സി. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾ മുട്ടി ചുരുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടി താഴോട്ട് ഇടിച്ച് താത്താൻ നിയമവ്യവസ്ഥയുണ്ട്, ഇവിടെ കോടതികളുണ്ട് എന്ന് KJ മാക്സി മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് പീറ്ററിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പീറ്ററിന് ഇപ്പോൾ ഈ കോളനിയിൽ ഊരുവിലക്കാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പീറ്ററിൻ്റെ കത്തുകൾ പോലും പരിശോധിക്കപ്പെടുന്നുണ്ടെന്നാണ് പീറ്റർ പറയുന്നത്. പീറ്റർ പോസ്റ്റ് ഓഫീസിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ്? ഇതിൻ്റെ വല്ല ജന്മി വ്യവസ്ഥ വല്ലതാണോ ഇവിടെ? ഇവിടെ ജനാധിപത്യമാണ് മാക്സി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സി എന്താ കരുതി വെച്ചിരിക്കുന്നത്? കുറച്ച് നാൾ അധികാരത്തിൽ കയറി ഇരുന്നു എന്നും പറഞ്ഞിട്ട് മാക്സി ഇതെന്താണ്? ആളുകൾ പാവപ്പെട്ടവൻ്റെ മുതുകത്തോട്ട് കയറുകയാണോ? ഒന്നും നടക്കില്ല ഇവിടെ. അന്ധനായത് എങ്ങനെയാണ്? വണ്ടി ഇടിച്ചാണ് കണ്ണിൻ്റെ കാഴ്ച പോയത്. അതൊക്കെ മാക്സി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് പാവപ്പെട്ടവനും ഈ കേരളത്തിൽ ജീവിക്കണം. സധൈര്യം പാവപ്പെട്ടവനും ജീവിക്കണം. പണമുള്ളവനും MLA ആയിട്ടുള്ളവനും റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പണം ഉണ്ടാക്കിയവനൊന്നും മാത്രം ജീവിച്ചാൽ പോരെ. ഇവിടെ പണമില്ലാത്തവനും ഇവിടെ ജീവിക്കണം. അത് ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അതുകൊണ്ട് ഈ മാക്സിയുടെ കുറേ അവന്മാരും ഒക്കെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പീറ്റർ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ആൾ ഇന്ന് മുതൽ ഒറ്റയ്ക്കല്ല. ഈ പീറ്ററിൻ്റെ ഭാര്യ മേരി ലൈലയുടെയും പുറകിൽ സാധാരണക്കാർ, ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പീറ്ററുടെ കയ്യിൽ നിന്ന് പീറ്ററുടെ ഈ സഹോദരനും ക്രോണികളും KJ മാക്സി എല്ലാം കൂടി കയ്യേറിയിട്ടുള്ള ഭൂമി തിരിച്ചു കൊടുത്തോണം. 2, പീറ്ററുടെ സ്ഥലത്ത് വെച്ചിട്ടുള്ള പഞ്ചനക്ഷത്ര സൗധം പൊളിച്ചു കളയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. പീറ്ററിന് പുറകിൽ ഞങ്ങളുണ്ട്. പീറ്റർക്ക് എല്ലാവിധ പിന്തുണയുമായി ഞങ്ങളുണ്ട്. പീറ്ററിനെ കോടതിയിൽ സഹായിക്കണമെങ്കിൽ ഞങ്ങളുണ്ട്. ഞാൻ അഭിഭാഷകരാണ്. ഞാൻ നേരിട്ട് വാദിക്കും പീറ്ററിന് വേണ്ടി കോടതിയിൽ. സുപ്രീം കോടതി വരെ പോയി വാദിക്കും. KJ മാക്സി മനസ്സിലാക്കിക്കോ. KJ മാക്സിയുടെ പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള നേതാവ് VS അച്യുതാനന്ദനോട് 5 വർഷം പ്രവർത്തിച്ചവനാണ് ഈ KM ഷാജഹാൻ. പിന്നെ കേരളത്തിൽ ഏക ഛത്രാധിപതിയായിട്ടുള്ള പിണറായി വിജയനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് മുതൽ ഒറ്റയ്ക്കല്ല എന്നുള്ളത് എല്ലാവരും ഓർത്തോളണം. അതുകൊണ്ട് മാക്സിക്ക് ഞങ്ങൾ 1 മാസത്തെ സമയം തരും. നീതി നടപ്പിലായില്ലെങ്കിൽ പാവപ്പെട്ടവൻ ഈ പീറ്ററിന് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പീറ്ററിൻ്റെ വീടിൻ്റെ മുന്നിൽ ഞങ്ങൾ വന്ന് കുത്തിയിരിക്കും. പിന്നെ മാക്സി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, എനിക്ക് ഭയം എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം മാക്സിയുടെ മുഖ്യമന്ത്രി എന്നെ 8 ദിവസം ജയിലിലിട്ടതാണ്. പുല്ലുപോലെ ഇറങ്ങിപ്പോന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല. അതുകൊണ്ട് നീതി പീറ്ററിന് കിട്ടണം. പീറ്ററിന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടുന്നിടം വരെ സന്ധിയില്ലാ സമരം ഞങ്ങൾ സേവ് കേരള ഫോറം നടത്തുന്നതായിരിക്കുമെന്ന് മാന്യമായ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാഷയിൽ KJ മാക്സി എന്ന് പറഞ്ഞ ഇവിടുത്തെ MLAയോട് ഞങ്ങൾ പറയുന്നു. ഇവിടെ പണക്കാരന് മാത്രം ജീവിച്ചാൽ പോരാ, പാവപ്പെട്ട മാക്സിയെ ഈ പീറ്റർ കളത്തിപ്പറമ്പലിനെ പോലുള്ള അന്ധന്മാർക്കും കൂടെ ഉള്ളതാണ് ഈ ലോകം. അതുകൊണ്ട് മാക്സിയെ അവസാനം ഞാൻ ഭരണഘടനയിൽ ഒരു വകുപ്പ് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ വകുപ്പിൻ്റെ പേരാണ് ആർട്ടിക്കിൾ 14, ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. അതാണ് ആർട്ടിക്കിൾ 14. അതിലെല്ലാവർക്കും ഒരേ നിയമമാണ്. പണമുള്ളവനും പാവപ്പെട്ടവനും MLAയ്ക്ക് MLA അല്ലാത്തവനും ഈ പീറ്റർ കളത്തിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ അന്ധനും അന്ധനല്ലാത്തവനും എല്ലാം ഒരേ നിയമമാണ്. നമ്മളെല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് ഭരണഘടനയാണ് നമ്മളെ നയിക്കുന്നത് ഓർത്ത് പെരുമാറിയാൽ ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ഞാൻ ജയിലിൽ കിടന്നവനാണെന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് അപ്പുറത്തൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് പീറ്റർ കളത്തിപ്പറമ്പിൽ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് നീതി കിട്ടിയിട്ടേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പീറ്റർ കളത്തിപ്പറമ്പിലിന് അർഹതപ്പെട്ടത് കിട്ടിയിട്ടേ ഞങ്ങൾ പുറകോട്ട് പോവുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പീറ്റർ കളത്തിപ്പറമ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ എനിക്ക് കേൾപ്പിക്കണം എന്നുണ്ട്. വളരെ വൈകാരികമായി ഈ KJ മാക്സിയും അയാളുടെ ഗുണ്ടകളും കൂടെ ചേർന്ന് തന്നെ പീഡിപ്പിക്കുന്നതിൻ്റെയും തന്നെ വധിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അതിവൈകാരികമായി പീറ്റർ കളത്തിപ്പറമ്പിൽ എന്നോട് പറയുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊത്തിരി ഭയപ്പെട്ടു പോയി. ഇനി വല്ല സ്ട്രോക്കോ വല്ലതും ബാധിക്കുമോ എന്ന് വെച്ചിട്ട് ഞാൻ അവസാനം കാലിലൊന്ന് തട്ടിയതിനെ തുറന്നിട്ട് പീറ്റർ തൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് വളരെ വൈകാരികമായി പീറ്റർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണവും കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. KJ മാക്സി MLA മുഷ്കും അയാളുടെ അഹങ്കാരവും അയാൾ ഞങ്ങളെ പലതവണ വധിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ധിക്കാരപരമായ സമീപനമാണ്. എന്നെ കൂടി പഠിച്ച KJ മാക്സി ശരിക്കും ഭീകരനായ ഒരു മനുഷ്യനാണ്. അത് ഞങ്ങളെ കൊല്ലാൻ എന്നെ 2002 മുതൽ വണ്ടി ഇടിപ്പിക്കണേണ് 2017 വരെ. നിങ്ങളൊന്ന് ആലോചിക്കണം എത്ര വർഷം ഞാൻ അനുഭവിച്ച ആ കഷ്ടപ്പാട്. 2017 എന്നെ വണ്ടി ഇടിപ്പിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞ്. ഞാൻ ആ സമയത്ത് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്താണ് ഈ നീചനായ മനുഷ്യൻ, ഈ MLA, എന്നെ കൂടി പഠിച്ച MLA എന്നെ തകർത്ത് എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞത്. എനിക്ക് അയാളോട്ട് എന്നെ വധിക്കും, എന്നെ വധിക്കും, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അയാൾ ഉപദ്രവിക്കും. കാരണം അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. ഞാൻ മരിക്കുകയോ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ആക്രമണം ഏറ്റുകയോ ആദ്യത്തെ പ്രതി KJ മാക്സി ആയിരിക്കും. പിന്നെ രണ്ടാമത്തേതായിട്ട് വരുന്നത് എൻ്റെ സഹോദരൻ രാജൻ, തഹസിൽദാറായിട്ട് റിട്ടയർഡായി നിൽക്കുന്ന രാജൻ, പിന്നെ ആന്റണി, പിന്നെ എൻ്റെ മറ്റു സഹോദരന്മാരും അവരുടെ ഭാര്യമാരും, പിന്നെ അനൂഷിന്റെ ഭാര്യ, അനൂഷിന്റെ ബന്ധുക്കൾ, പിന്നെ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള മോഹനൻ ചേട്ടൻ, അയാളുടെ ഇളയ മകൻ, അതിനുശേഷം റാഫിയുടെ ഭാര്യ, അപ്പുറത്ത് സെലിം പീറ്ററിന്റെ 2 ആൺമക്കള്, ഇപ്പുറത്ത് ചൗരപ്പൻ, കുഞ്ചുമോള്, ഇപ്പുറത്ത് ജയ. ഈ റോഡിലൊക്കെ ഞങ്ങൾക്ക് ഇതാണ്, ഞങ്ങൾക്ക് ഊരുവിലക്കാണ്. കണ്ണൂരിലേക്കാൾ ദുസ്സഹമായ ഊരുവിലക്കാണ്. ഞങ്ങൾക്കൊരു പച്ച മീൻ പോലും മേടിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഞങ്ങളെ ഊരുവിലക്കിയിട്ടൊക്കെയാണ്. പക്ഷെ ദൈവം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ഷാജഹാൻ സാറൊക്കെ വന്ന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഇത് ഞങ്ങളുടെ ഈ വിഷമതകളും കഷ്ടപ്പാടുകളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം പോലും കിട്ടിയിരിക്കുന്നത്. കോടതിയിൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്നേ ഇല്ല. ഞങ്ങളുടെ നീതികളെല്ലാം ഈ KJ മാക്സി വില കൊടുത്ത് വാങ്ങി ഞങ്ങളുടെ അഭിഭാഷകരെ, കാശ് കൊടുത്ത് വെച്ച അഭിഭാഷകരെ വിലക്ക് വാങ്ങി ഞങ്ങളെ നിയമം തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവിടുന്ന് ഓടിച്ച് ഞങ്ങൾ തെരുവിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഈ KJ മാക്സി എന്ന ഈ MLA, ഈ എന്നോട് സഹപാഠിയായ എന്നോട്, അന്ധനായ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും മാക്സി ഇനി അങ്ങനെ ശ്രമിച്ചാൽ ഞാൻ മാക്സിയുടെ വീടിന്റെ അകത്ത് വന്ന് മരിക്കും. കാരണം അത് കേരളം, ഇന്ത്യ, ലോകം മുഴുവൻ അത് ഏറ്റുപിടിക്കും. കാരണം മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവരെ ഏറ്റുപിടിക്കും. കാരണം ഒരു അന്ധന ഇത്രയും ദ്രോഹിക്കാൻ ഒരു MLAക്ക് എങ്ങനെ പറ്റുന്നു? ആ MLA അത്ര നീചനായത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അയാൾക്ക് എന്തോരം ബിനാമി പൈസകളുണ്ട്, അയാൾ എന്തോരം സ്ഥലങ്ങളുണ്ട് അയാൾക്ക്. അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്?